നമസ്കാരം. പ്രധാന വാർത്തകൾ. ഈ മാസം 6 മുതൽ 9 വരെ റേഷൻ കടകൾ തുറക്കില്ല. സംസ്ഥാനത്ത് തുടർച്ചയായി 4 ദിവസം റേഷൻ കടകൾ അടഞ്ഞുകിടക്കും. ഈ മാസം 6 മുതൽ 9 വരെയാണ് കടകൾ അടഞ്ഞുകിടക്കുക. 2 അവധി ദിവസങ്ങളും റേഷൻ വ്യാപാരികളുടെ 2 ദിവസത്തെ കടയടപ്പ് സമരവുമാണ് 4 ദിവസം തുടർച്ചയായി റേഷൻ കട അടഞ്ഞുകിടക്കാൻ കാരണമാകുന്നത്. 14,000-ഓളം റേഷൻ കടകൾ ഈ 4 ദിവസം പ്രവർത്തിക്കില്ല. നീന്താനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. വടകര ലോകനാർക്കാവിലെ വലിയ ചിറയിൽ നീന്താനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. മേമുണ്ട സ്വദേശി അഭിനവ് കൃഷ്ണയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ കൂട്ടുകാർക്കൊപ്പം നീന്തുമ്പോഴായിരുന്നു അപകടം. ചിറയുടെ ഒരു ഭാഗത്തേക്ക് നീന്തി തിരികെ വരികയായിരുന്ന അഭിനവ് വെള്ളത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു. കൂടെയുണ്ടായിരുന്നവർ ഉടൻ തന്നെ അഭിനവിനെ വടകര ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടുനൽകും. നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടായിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് സതീശൻ. മഴ പെയ്താൽ വെള്ളം കയറുമെന്ന് മന്ത്രി. പൊതുജനാരോഗ്യത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പറയുമ്പോൾ ആരോഗ്യമന്ത്രി വ്യക്തിപരമായി എടുക്കേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പോരായ്മകൾ ചോദ്യം ചെയ്യപ്പെടും. തിരുവനന്തപുരം നഗരമധ്യത്തിൽ വെള്ളക്കെട്ടുണ്ടായിട്ട് ഒരു മന്ത്രി പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതാണ് സംസ്ഥാനം മുഴുവനുള്ള അവസ്ഥ. മഴക്കാലപൂർവ്വ ശുചീകരണം ഏറ്റവും മോശമായ വർഷമാണിതെന്നും വി.ഡി. സതീശൻ നിയമസഭയിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ ഉള്ളതുകൊണ്ടാണ് യോഗങ്ങൾ പലതും ചേരാൻ കഴിയാഞ്ഞതെന്ന് മന്ത്രി എം.പി. രാജേഷ് മറുപടി നൽകി. മഴ പെയ്താൽ ലോകത്ത് എല്ലായിടത്തും വെള്ളം കയറുമെന്നും എം.പി. രാജേഷ് പറഞ്ഞു. ഇതോടെ മന്ത്രിക്ക് മറുപടിയുമായി സതീശൻ രംഗത്തെത്തി. യോഗം കൂടിയതിന്റെ കണക്കല്ല പറയേണ്ടത്. യോഗം ചേരുന്നതിന് മാത്രമാണ് കമ്മീഷന്റെ വിലക്കുണ്ടായിരുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് വിലക്കുണ്ടായിരുന്നില്ല. സംസ്ഥാനത്ത് മലിനജലമാണ് കുടിവെള്ളമായി വിതരണം ചെയ്യുന്നത്. പൊതുജനാരോഗ്യത്തിൽ സർക്കാരിന് ശ്രദ്ധയില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. വ്യാജ സിഗരറ്റുകളുടെ വൻ ശേഖരം പിടികൂടി. കൊച്ചിയിൽ പ്രമുഖ ബ്രാൻഡുകളുടെ വ്യാജ സിഗരറ്റുകളുടെ വൻ ശേഖരം പിടികൂടി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ സംഭരണശാലയിൽ നടത്തിയ പരിശോധനയിലാണ് നെടുമ്പാശ്ശേരിയിലെ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം സിഗരറ്റുകൾ പിടികൂടിയത്. അനധികൃതമായി എത്തിച്ച പുകയില ഉൽപ്പന്നങ്ങളുടെ വലിയ ശേഖരവും ഇവിടെ കണ്ടെത്തി. ഈ സിഗരറ്റുകളുടെ ശേഖരവും ഉണ്ടായിരുന്നു. കഞ്ചാവ് പൊതിയാനുള്ള റാപ്പും പാൻ മസാല ഉൽപ്പന്നങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. സംഭരണ കേന്ദ്രം നടത്തിയിരുന്ന യുവാക്കൾ കസ്റ്റംസിന്റെ റെയ്ഡിന് പിന്നാലെ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടു. ഇവരെ കസ്റ്റംസ് തിരയുകയാണിപ്പോൾ. മഞ്ചേഷ്, അൽത്താഫ് എന്നിവരെയാണ് പോലീസ് തിരയുന്നത്. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 3 രാജ്യസഭാ എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിൽ നിന്നും രാജ്യസഭാ എംപിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടവർ 3 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായി. ഹാരിസ് ബീരാൻ, പി സുനീർ, ജോസ് കെ മാണി എന്നിവരാണ് രാവിലെ 11 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്തത്. ജോസ് കെ മാണി ഒഴികെ 2 പേരും രാജ്യസഭയിൽ പുതുമുഖങ്ങളാണ്. മുസ്ലിം ലീഗിന്റെ രാജ്യസഭാംഗമായാണ് പ്രമുഖ സുപ്രീംകോടതി അഭിഭാഷകൻ കൂടിയായ ഹാരിസ് ബീരാൻ രാജ്യസഭയിലെത്തുന്നത്. CPI പ്രതിനിധിയാണ് പി സുനീർ. ജോസ് കെ മാണി ഇത് 2ാം തവണയാണ് രാജ്യസഭാ അംഗമാകുന്നത്. ബിനോയ് വിശ്വം, എളമരം കരീം, അബ്ദുൾ വഹാബ് എന്നിവരുടെ കാലാവധി കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്.